തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള വേഗപ്പാച്ചിലിലാണ് സ്ഥാനാർത്ഥികൾ. വിവിധ സ്ഥാപനങ്ങളിൽ സൗഹൃദ സന്ദർശനങ്ങൾ നടത്തിയായിരുന്നു LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ തിങ്കളാഴ്ചയിലെ പര്യടനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ വൈകിട്ട് 6 മണി വരെയാണ് പരസ്യപ്രചരണത്തിനുള്ള സമയം. ഏപ്രിൽ 9 വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. ഇപ്പോൾ അവസാനവട്ട സൗഹൃദ സന്ദർശനങ്ങളാണ് സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് പുതുക്കാട് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KK രാമചന്ദ്രനാണ്. രാമചന്ദ്രേട്ട, അവസാന ലാപ്പിലെത്തുമ്പോൾ ആത്മവിശ്വാസം കൂടുകയാണോ? ആത്മവിശ്വാസം നേരത്തെ ഉണ്ട്, ആ നിലയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലോ. നാളെ രാവിലെ റോഡ് ഷോ ആണ്. രാവിലെ പിന്നെ കലാശക്കൊട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ നേരത്തെ കാണാൻ ശ്രമിച്ചിട്ട് പല കാരണങ്ങളാൽ വിട്ടുപോയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള സന്ദർശനങ്ങളായിരുന്നു. രാവിലെ 1-2 ഉദ്ഘാടനങ്ങളുണ്ടായിരുന്നു. 1-2 സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാഴായിൽ ഒരു ടൈൽ ഫാക്ടറിയിൽ പോയി. പിന്നെ നന്ദിക്കര ഒരു സ്കൂളിൽ പോയി. നന്മണിക്കരയിൽ ഒരു സ്കൂളിൽ പോയി. പിന്നെ നന്മണിക്കരയിൽ തന്നെ ചർച്ചിൽ പോയി. പിന്നെ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഊട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പ്രസാദ ഊട്ട്, അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് മീറ്റിങ്ങിൽ വരുന്നുണ്ടായിരുന്നു, നഴ്സുമാരുടെയൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രചോദിനികേതൻ കോളേജിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഫാദർ ഒന്ന് കാണണം, പ്രിൻസിപ്പാളെ കാണണം, അധ്യാപകരെ കാണണം, സ്റ്റാഫിനെ കാണണം എന്ന ഉദ്ദേശത്തോടെ വന്ന് കുറേ ആളുകളെ കണ്ടു നിൽക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ അഭിമുഖമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. വളരെ സന്തോഷം. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നേരത്തെ ഈ കോളേജിലെ ഒരു സ്റ്റാഫ് പറയുന്നത് കേട്ടു, ഈ MLA പ്രതിഭ പുരസ്കാര ചടങ്ങ് കഴിഞ്ഞ തവണ ഇവിടെയാണ് സംഘടിപ്പിച്ചത്. അത് ഇവിടെ തന്നെ വീണ്ടും MLA ആയി വരണം, വീണ്ടും ഇവിടെ തന്നെ സംഘടിപ്പിക്കണമെന്ന്. ഈ വിദ്യാർത്ഥികളുമായുള്ള ഒരു കൂട്ടിച്ചേരാൻ, അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു MLA എന്ന നിലയ്ക്ക് പുതിയ വർഷത്തിൽ പുതിയ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തൊക്കെ പ്ലാനുകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു മണ്ഡലത്തിലും ചെയ്യാത്ത പോലെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് SLC+2 പ്രതിഭ പുരസ്കാരം മാത്രമല്ല, ഇവിടെ LSS USS സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക്, NMMS കുട്ടികൾക്ക് പ്രത്യേകമായ പരിശീലനം നമ്മൾ കൊടുക്കുകയും അതിൽ സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ MLA പുരസ്കാരം കൂടി നൽകുന്ന ഒരു മണ്ഡലമാണ് പുതുക്കാട് നിയോജകമണ്ഡലം. ഇത്തവണ കഴിഞ്ഞ വർഷം നമ്മൾ 512 കുട്ടികൾക്ക് MLA പുരസ്കാരം നൽകിയിട്ടുണ്ടായി. SLC+2-ന് 800-ൽ പരം കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്നു, റിട്ടയർ ചെയ്യുന്ന HMOമാർക്ക്, പ്രിൻസിപ്പൽമാർക്ക് ഉപകാരങ്ങൾ കൊടുക്കുന്നു, അവരെയൊക്കെ അനുമോദിക്കുന്നു, അവർക്കൊക്കെ ആശംസ കൊടുക്കുന്നു. പിന്നെ അതുപോലുള്ള നിരവധിയായ കാര്യങ്ങൾ. ഇപ്പോൾ ഈ പ്രചോദിനികേതൻ കോളേജ് അവർ പറഞ്ഞത് ശരിയാണ്. ഇവിടെയാണ് നമുക്ക് MLA പുരസ്കാരം SLC+2-ന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വേദിയായത്. ഒരു വേദി ഇവിടെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അതിനുവേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ കോളേജ് അധികൃതർ നമുക്ക് നൽകിയിരുന്നു. ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും. അത് വളരെ കളർഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇനി MLA വരുമ്പോൾ ഇവിടെ തന്നെ അടുത്ത വർഷം വെക്കണമെന്ന് പറഞ്ഞത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ തന്നെയാണ് വയ്ക്കാൻ തീരുമാനിക്കുന്നത്. വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ വയ്ക്കും. കുട്ടികൾക്ക് നമ്മൾ എടുത്തു പോരുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. പുതിയ കാലത്തിനനുസരിച്ചിട്ട് പ്രത്യേകമായി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടായി ചർച്ച ചെയ്ത് ആ മേഖലയും കൂടി നമ്മൾ ഏറ്റെടുക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് KK രാമചന്ദ്രന്. താൻ കഴിഞ്ഞ 5 വർഷം തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ തുടരാൻ ഒരു അവസരം കൂടി വോട്ടർമാർ നൽകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സ്വർണ്ണവില കൂടി. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ.